നിങ്ങളും ഇതുപോലെ കൊറിയയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഫ്രീ ആയിട്ട് കൊറിയയിൽ വന്ന് ഇപ്പൊ 1.5 വർഷമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാള്. അപ്പൊ നമുക്ക് നേരിട്ട് ചോദിക്കാം ആളുടെ വിശേഷങ്ങളൊക്കെ. പേരെന്താണ്? എന്റെ പേര് ആര്യ. ആര്യ എവിടെ നിന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന്. ഓക്കെ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് 1 വർഷം കഴിയുന്നു. ഓക്കെ. അപ്പൊ ഈ 1 വർഷത്തിന് മുമ്പുള്ള കഥയിലോട്ടേക്ക് നമുക്ക് പോകാം. അതായത് കൊറിയയിലോട്ടേക്ക് വരണമെന്ന് മുമ്പ് ആഗ്രഹിച്ചതാണോ അല്ല വിധി അങ്ങനെ ആക്കിയതാണോ? അങ്ങനെയല്ല, കൊറിയ അല്ലെങ്കിൽ വേറൊരു രാജ്യം, അങ്ങനെ പുറത്തു പോകാനുള്ള രാജ്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിനിടയിൽ വന്നു പെട്ടതാണ് കൊറിയ. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കൊറിയയിൽ എങ്ങനെയാ വരിക, കൊറിയയിൽ എങ്ങനെ വന്ന് പഠിക്കാം. അപ്പൊ ആര്യ കൊറിയയിൽ വരുന്നതിന് മുമ്പ് നാട്ടില് എന്ത് ചെയ്യായിരുന്നു? നാട്ടില് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ബാച്ചിലർ ഡിഗ്രി ബികോം കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്യാം. പുറത്തു പോയി ഏതെങ്കിലും ഒരു രാജ്യം, എല്ലാവരും ജർമ്മനി, ലണ്ടൻ, അങ്ങനെ യൂറോപ്പിലോട്ടേക്കാണ് കൂടുതൽ നോക്കുന്നത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് കൊറിയ വന്നു. എങ്ങനെയെങ്കിലും ഒരു കൊറിയയിൽ വന്ന് പെടണം അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറെ സെർച്ച് ചെയ്തു. യൂട്യൂബ് ആണല്ലോ നമുക്ക് ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെർച്ച് ചെയ്തപ്പോൾ എല്ലാം രാജ്യങ്ങളും ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റുന്ന രാജ്യങ്ങളായിരുന്നു. അങ്ങനെ അതിനർത്ഥം ഭാര്യ പറയുന്നു നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലി ഒരു ബാക്കപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയയിലോട്ടേക്ക് വരാൻ പറ്റും. കൊറിയയിലോട്ടേക്ക് വരാൻ നേരത്തെ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ അതിനെന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സർവീസ് ചാർജോ അല്ലെങ്കിൽ എൻട്രൻസിൽ എന്തെങ്കിലും ഒരു പൈസ ചെലവായോ? ഒരു രൂപ പോലും ഞാൻ കൊടുക്കാതെയാണ് വെബ്സൈറ്റിൽ കയറുന്നതും അതിന്റെ ഫോം ഫില്ല് ചെയ്യുന്നതും എല്ലാം. ഓക്കെ. അപ്പൊ അതിൽ എന്തൊക്കെയാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്ത് കോഴ്സ് കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. ഭാര്യ വെറും ഒരു ബികോം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്, അപ്പം ഓരോ ബികോം കഴിഞ്ഞ ആൾക്കാർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ മുഴുവനായിട്ട് കാണാം, നമുക്ക് മുന്നോട്ട് പോകാം, കാര്യങ്ങൾ എന്തൊക്കെയാണ്.